ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ചിറ്റാട്ടുകര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പം അവിടെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പതിവ് പോലെ ഒരു വെഡ്ഡിങ് ഡേ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഒക്കെ ഫോട്ടോയൊക്കെ വെച്ച് നല്ല ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ഫുഡ് ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ആ ഓഡിറ്റോറിയം കംപ്ലീറ്റ് ആയിട്ട്. നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. എത്ര മനോഹരമായിട്ടാണ് അവരത് ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു സ്റ്റേജായിരുന്നു അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സിജോയും ഷെർലിയുടെയും ഒരു ബിഗ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു അന്ന്. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് നടക്കുന്ന കുറച്ച് സമയങ്ങളാണ് കേട്ടോ. കാരണം അവർ കുർബാനയൊക്കെ കഴിഞ്ഞ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ തിരക്കുകളൊക്കെ വിട്ട് അവർ വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ വളരെയധികം സൈലൻ്റായി ആസ്വദിക്കാനുള്ളൊരു സമയം കൂടിയാണത്. അതിന് ശേഷമായിരിക്കും വന്നിട്ടുള്ള ഓരോരുത്തരായിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരിക. അപ്പം നമ്മൾ ഈ ലൈറ്റും സ്റ്റേജും ഡെക്കറേഷൻസും അതുപോലെ അവിടെയുള്ള ഓരോ അറേഞ്ച്മെൻറ്റ്സും ഇങ്ങനെ പോയി കണ്ട് ആസ്വദിക്കും. എല്ലാ ഐറ്റംസും അവിടെ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക കൂടി വേണം. അതിനുശേഷം നമ്മുടെ കാറ്ററിംഗുകാരൊക്കെ വളരെ ഉഷാറിലാണ് കേട്ടോ നിന്നായിരുന്നത്. നല്ല സർവീസായിരുന്നു അവരുടെ. എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഒന്ന് ജസ്റ്റ് കഴിച്ച് അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല ഇടിവെട്ട് മഴയായിരുന്നു കേട്ടോ. അന്ന് ആ ഒരു ചിങ്ങം 1-ാം തീയതി ആയിരുന്നു കേട്ടോ, മലയാള മാസം ആദ്യ ദിവസം. എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുന്ന ആ ഒരു ചിങ്ങമാസം 1-ാം തീയതിയാണ് ഈ വെഡ്ഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാറ്ററിംഗ് പിള്ളേരുടെ അവരുടെ അറേഞ്ച്മെൻറ്റ്സും അവരുടെ നിൽക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. ഒരുപാട് ഡിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ സംശയിക്കും, ഈ കല്യാണത്തിന് വരുന്ന ആളുകൾക്കൊക്കെ ഇത് മുഴുവൻ കഴിക്കാനുള്ള വയറൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും എല്ലാ ഐറ്റംസൊക്കെ പലരും ടേസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോവും. തിരക്കുകളുടെ ഇടയിൽ ചിലതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഒരു തിക്കും തിരക്കൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണല്ലോ അല്ലേ അന്ന്. ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും നമ്മൾ കഴിക്കുക? സാലഡുകളാണോ, അതുപോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെ വേണ്ട ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കൂടിയായിരുന്നു. അങ്ങനെ നമ്മളിതൊക്കെ കണ്ടിങ്ങനെ റിലാക്സ് ചെയ്ത് നടക്കുകയാണ്. അവരുടെ കെട്ടവിടെ ചിറ്റാട്ടുകര പള്ളിയിൽ ഗംഭീരമായിട്ട് ഭക്തിപൂർവ്വം അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ അവരുടെ ദിവസമല്ലേ, അവർ പ്രാർത്ഥനാപൂർവ്വം അവിടെ നിൽക്കട്ടെ, ദൈവാനുഗ്രഹത്തോടു കൂടി ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാനല്ലേ, നല്ല ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ നമുക്കും പ്രാർത്ഥിക്കാം. അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസൊക്കെ കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു കൊതിയൊക്കെ വരുന്നുണ്ടാവില്ലേ. പെട്ടെന്നൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ പോയി ഓടിച്ചെന്ന് പ്ലേറ്റൊക്കെ എടുത്ത് കഴിക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ തോന്നിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള മൂഡ് തന്നെ ചിലപ്പോൾ അങ്ങനെ നഷ്ടപ്പെടും. കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം അടിപൊളിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളും ആ ദിവസം അവിടെ എത്തി. അതിനുശേഷം നോക്കി എന്തോരം ആളുകളായിരുന്നു എന്നറിയോ. ഒത്തിരി പേര് വന്നു കേട്ടോ. സുജായുടെയും ഷേർലിയുടെയും ഫാമിലിയിലും ഫ്രണ്ട്സിലും പെട്ട ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നത് മാത്രമല്ല, അതിൽ ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പാട്ട് പാടാൻ കഴിവുള്ള ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനനുസരിച്ച് ചുവട് വയ്ക്കാൻ ഒരു മടിയും കാണിക്കാതെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ അവിടെ തകർത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. നമ്മളിൽ പലർക്കും നമ്മളതുപോലെ ചെയറുകളിൽ ഇരിക്കുമ്പോൾ പാട്ടും ഡാൻസൊക്കെ കാണുമ്പോൾ കളിക്കണം തോന്നുമല്ലോ. പക്ഷെ അവരതെല്ലാം മറന്ന് ഇങ്ങനെ കളിച്ചു. അങ്ങനെ നമ്മൾ കുറേ സമയം ഇരുന്ന് ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ പതിയെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രൈഡും ഗ്രൂമും എത്തി. ഇനി നമുക്ക് അവരെ വരവേറ്റ് അവരുടെ ആ ഒരു മനോഹര ദിവസം കൂടുതൽ സന്തോഷപൂർണ്ണമാക്കാം.
ഒരുമിച്ച് മിഡിൽ കാൻഡിൽ ലൈറ്റിംഗ് ചെയ്തുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിന്റെ ആരംഭത്തിലേക്ക് അവര് പ്രിയപ്പെട്ട എല്ലാവരുടെയും കൂടെ ചേർന്ന് യാത്ര ചെയ്യുകയാണ്. അതിനുശേഷം സിജോയുടെ ഫാമിലിയാണ് കാൻഡിൽ ലൈറ്റിംഗ് ചെയ്യേണ്ടത്. ഇനി ഷെർലിയുടെ മമ്മിയും ബ്രദറും ചേർന്ന് അനദർ സൈഡ് കാൻഡിൽസ് കൂടി ലൈറ്റിംഗ് ചെയ്ത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള പുതിയ പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇന്നു മുതൽ ഇവർ ആരംഭിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതവും ഇതുപോലെ ഒന്ന് ചിരിച്ച് വളരെ ഗൗരവത്തിലാണ് അവർ നിൽക്കുന്നത്. നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സിജോയും ഷെർലിയും ഇനി കല്യാണമാലകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ബൊക്കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സിജോയുടെ ഫാദർ മിസ്റ്റർ എ ഡി ജോഷി അദ്ദേഹത്തെയും ഷെർലിയുടെ ബ്രദർ സേവ്യറിനെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ിലേക്ക് ബൊക്കെയൊക്കെ കൊടുക്കാണ്. പപ്പയൊക്കെ ഒത്തിരി ചിരിക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് ഇനി എല്ലായ്പ്പോഴും നിങ്ങളിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷം പൂർണ്ണമാവുന്നത്. അതുകൊണ്ട് തന്നെ എന്നും ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടു കൂടി സിജോയ് ആൻഡ് ഷെർലി പ്ലീസ് ഹോൾഡ് യുവർ ഹാൻഡ്സ് ടുഗദർ. രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നമുക്കിനി ആ ഒരു മധുരം പങ്കിടാം. പ്ലീസ് കട്ട് ദി കേക്ക് ആൻഡ് ഷെയർ ഇറ്റ് ഈച്ച് അതർ. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I used to think that happiness hadn't been in waiting, but that congratulations. ഷിജോയുടെ ഫാമിലിക്കാണ് മധുരം നൽകുന്നത്. ഇന്നു മുതൽ അവരുടെ കുടുംബത്തിന്റെ കൂടെ ഒരു മകളായി യാത്ര തുടരുകയാണ് നമ്മുടെ ഷെർലി. അപ്പൊ ഷെർലിക്ക് വേണ്ടി നമുക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ നേരാം. ഇനി വക്കോളം നിറച്ചു ഞാനും കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ. Here we are entering into wine toasting ceremony. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ് ലോകരക്ഷകനായുള്ള യേശുനാഥൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. ഇന്നും ഇതേ വേദിയിൽ വെച്ച് അതേ മധുരപൂർണമായിട്ടുള്ള അത്ഭുതം ദൈവം വീണ്ടും ആവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വൈൻ ഗ്ലാസസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടു കൂടി സിജോയുടെ ബ്രദർ മിസ്റ്റർ സഞ്ജയ് ജോഷി ആൻഡ് സിസ്റ്റർ ഇൻ ലോ ജിൻസ എന്നിവരെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. സിജോയ് ആൻഡ് ഷെർലി ജസ്റ്റ് ഒരു ചിയേഴ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് ദാമ്പത്യ ജീവിതത്തിന്റെ ആ ഒരു ലഹരി ഇവിടെ ആരംഭിക്കുകയാണ് അല്ലേ. Swap the wine glasses together and toast it and enjoy the bitterness and sweetness of marriage life. നമ്മുടെ മുൻപിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ എനിക്ക് കാണാം. 5, 10, 15, 25 വർഷങ്ങൾ കഴിയുന്തോറും സ്നേഹത്തിന്റെ വീര്യം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കൂടുതൽ. അതുപോലെ തന്നെ നമ്മുടെ സിജോയുടെയും ഷെർലിയുടെയും ലൈഫിലും അത് കൂടി വരട്ടെ എന്ന് നമുക്ക് സ്നേഹത്തോടു കൂടി ആശംസിക്കാം. ഇനി നമുക്ക് ലെമൺ ഷെയർ ചെയ്യുന്നത് സിജോയ് ആൻഡ് ഷെർലി. ദാമ്പത്യ ജീവിതത്തിന്റെ സക്സസ് എന്താ? പരസ്പരം പങ്കുവയ്ക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്, പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കുന്നത്, സ്നേഹിക്കുന്നത്, ഇതിലെല്ലാമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ സക്സസ് ഇരിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള വിവാഹവേദിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരസ്പരം പങ്കുവെച്ച് ഇവരെ പഠിപ്പിച്ച് നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള നമ്മുടെ ചടങ്ങുകൾ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നവവധൂവരന്മാരെ ആശീർവദിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള ഈ ഒരു നിമിഷം പനിനീർ തെളിച്ച് ആശീർവദിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ പപ്പ എത്തിയിരിക്കുന്നത്. എന്തൊരു സന്തോഷമാണല്ലോ പപ്പയുടെ മനസ്സിലെ. 2 ആൺമക്കളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. ഞാനൊരല്പം ഫ്രീ ആയി. നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളൊരു സന്തോഷമാണ് പപ്പയുടെയും അമ്മയുടെയും മുഖത്ത്. ഇനി ഇവിടെ നിന്നോട്ടാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ഫാമിലി ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇനി സീമന്തത്തിൽ സിന്ദൂരം ചാർത്തി. സോ വൺസ് അഗൈൻ സിജോയ് ആൻഡ് ഷെർലി വിഷ് യു എ വെരി റോക്കിംഗ് ലൈഫ് ടുഗദർ. ഹലോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ടെസി ചേച്ചിയുടെ കസിൻ സിസ്റ്ററുടെ ഹസ്ബൻഡാണ്. ഒരു പാട്ട് ഇവിടെ ആങ്കർ പറഞ്ഞ പോലത്തെ ഒരു പാട്ട് ഒരു പ്രാവശ്യം പാടണം എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് പാടുകയാണ്. പാടിക്കോട്ടെ. ഈ വഴിയിലൂടെ തന്നെ നിങ്ങൾ ഇറങ്ങി പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഫോട്ടോസ് എടുക്കാൻ കയറി വരുമ്പോൾ പുന്നയൂർക്കുളം വില്ലേജ് ഓഫീസർ മിസ്റ്റർ അനിൽ, അദ്ദേഹം ഇവിടെ വേദിയുടെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
Ah,